ഹലോ, എല്ലാവർക്കും ബ്ലെൻഡ്സ് ഓഫ് ഫാഷൻ്റെ ബ്ലെൻഡ്സ് ഓഫ് ചിക്ക്മംഗ്ലൂരിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അഭിയന്താ ചിക്ക്മംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഞങ്ങളുടെ KTM-ൽ. ഇന്നലെ തന്നെ നമ്മുടെ സ്കൂബി കുട്ടിയെ കൊണ്ട് ബോർഡിങ്ങിലാക്കി. പിന്നെ ഞങ്ങൾ പോയി പാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും 4:30 മോർണിംഗിൽ. പിന്നെ അതിഗംഭീര ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. മഴയും തണുപ്പും ഫ്രഷ് എയറും ഒക്കെ കൂടി ഒരു നല്ല ഡെൻസ് ക്ലൈമറ്റാണ്. ഇതേ കണ്ടോ, ഇവരൊക്കെ സ്കൂളിലും വർക്കിനും പോകുന്ന പെൺകുട്ടികളാണെന്ന് തോന്നുന്നു. എന്തോ നല്ല രസം ഇങ്ങനെ രാവിലെ തന്നെ ഇവരിങ്ങനെ പോകുന്നതാണ്. പോയിക്കൊണ്ടിരുന്നപ്പോൾ ആശ്വാസമായത് ഒരു പേര് മനസ്സിലാകുന്ന നെയിം ബോർഡ് കണ്ടപ്പോഴാണ്. ഇപ്പോൾ ആഴ്ചക്കരയായി. അപ്പോൾ ഇനിയും ഒരു 1.5 മണിക്കൂറും കൂടെ എടുക്കും നമ്മൾ ചിക്ക്മംഗ്ലൂർ എത്താൻ. അടുത്ത നെയിം ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെയും നിർത്തി. കേരളത്തിലല്ലാതെ ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും ഒരു റീജിയണൽ ലാംഗ്വേജസിലെ നെയിം ബോർഡ് എഴുതത്തുള്ളൂ. അതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇത് കണ്ടോ, ഇത് എവിടെ നിർത്തിയാലും ഈ പ്രതിഭാസം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ഫോട്ടോ പോലും പുള്ളിക്കാരൻ്റെ ഫോണിൽ ഇത്രയും കാണത്തില്ല. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാട്ടും കൂട്ടം. ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് 2 അപരന്മാരുണ്ട്. അവന്മാരാണ് ഈ പടയെ നയിക്കുന്നത്. ഫോറിൻ കൺട്രീസിലൊക്കെ ഇവന്മാരെ വിളിക്കുന്നത് ഷീപ്പ് ഡോഗ്സ് അഥവാ സ്റ്റോക്ക് ഡോഗ്സ് എന്നാണ്. നമുക്ക് നല്ല അടിപൊളി മൗണ്ടേനിയസ് വ്യൂസ് ഒക്കെ കാണാം. മൊത്തം കോടയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് കവുങ്ങ് ഇവിടുത്തെ ഒരു പ്രധാന കൃഷിയാണെന്ന് തോന്നുന്നു. കാരണം കവുങ്ങിൻ തൈകളാണ് 2 സൈഡിലും നട്ടിരിക്കുന്നത്. കവുങ്ങിൻ തോപ്പുകളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. നമ്മൾ നേരെ പോകുന്നത് ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. ഇവിടെ നമുക്ക് കാണാനുള്ളത് ഇസഡ് പോയിൻ്റ് ആണ്. അവിടെ വാലീസ്, പീക്ക് പോയിൻറ്റ്സ് ആൻഡ് വാട്ടർഫാൾസ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല രസമുള്ള ട്രക്കിംഗ് നമുക്ക് ഇന്ന് നടത്താം. ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒരു ടൈഗർ റിസർവ് ആണ്. പ്രൊജക്ട് ടൈഗറിൻ്റെ ഭാഗമായിട്ട് ഭദ്ര റിവർ ഇവിടെയുണ്ട്, ഭദ്ര ഡാമുണ്ട്. പിന്നെ ലാർജസ്റ്റ് തേക്ക് കണ്ടുവരുന്നത് ഇവിടെയാണ്. 400 years ഓൾഡ് ആണത്. ഈ പോകുന്ന വഴിയൊക്കെ ഫുള്ള് കോടയാണ് കേട്ടോ, ആരെയും കാണാനില്ല. കണ്ടതൊരു വെള്ളച്ചാട്ടമല്ലേ, എന്നാൽ അവിടെ നിർത്തിക്കളയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിർത്തി പിക്സൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് പിന്നെ പോയത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് കല്ലഹട്ടി വാട്ടർഫാൾസ്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം മാനിൻ്റെയും പുള്ളിപ്പുലിയുടെയും ഒക്കെ ബോർഡ് ഞങ്ങൾ കണ്ടു. ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ ആവോ. അങ്ങനെ ഞങ്ങൾ ഇസഡ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ കൈ കാണിച്ചു. ഞങ്ങൾ അവിടെ നിർത്തി ടിക്കറ്റ് എടുത്തു. 2 പേർക്ക് 50 രൂപ. ഓക്കെ. അപ്പോഴാണ് ഗൈസ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇസഡ് പോയിന്റ് ക്ലോസ്ഡ് ആണ്. ഹെബ്ബ ഫാൾസിലേക്കും പോകാൻ പറ്റത്തില്ല. മഴ കാരണമാണ് ഇത്. 2 days ക്ലോസ്ഡ് ആണ്. പക്ഷേ വിഷമിക്കേണ്ട, കാണാൻ വേറൊരു സ്ഥലമുണ്ട്, KR ഹിൽ സ്റ്റേഷൻ. ഇതായിരുന്നു ഇസഡ് പോയിന്റിൻ്റെ എൻട്രൻസ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വിധിച്ചിട്ടില്ല. അങ്ങനെ KR ഹിൽ സ്റ്റേഷനിലെത്തി. ഇവിടം നിരാശപ്പെടുത്തിയില്ല കേട്ടോ. എന്താ ക്ലൈമറ്റ്, അതിഗംഭീര ക്ലൈമറ്റ്. ആ തണുപ്പും മഞ്ഞും കോടയും കാറ്റും. ആരാണെങ്കിലും ഇതൊന്നും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര രസമായിരുന്നു. കണ്ടോ, കുറേ ആനിമൽ സ്റ്റാച്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഡെവലപ്മെൻറ്റൽ വർക്ക്സൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറേ പണിക്കാരൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. കണ്ടോ ജിറാഫിനെ. കൊച്ചു കുട്ടികളൊക്കെ വന്നാൽ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഇതൊക്കെ കണ്ടാൽ. പക്ഷേ ഭയങ്കര എക്സ്ട്രീം ക്ലൈമറ്റാണ്. അവരെങ്ങനെ അഡാപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടുത്തെ ശരിക്കുള്ള ശബ്ദം ഒന്ന് കേൾപ്പിക്കാം കേട്ടോ. ഇതാണ് രാജഋഷി നൽവാടി കൃഷ്ണരാജ് വാഡയാർ. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു ഹിൽ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. ആക്ച്വലി മൈസൂർ രാജപരമ്പരയിൽപ്പെടുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു വാഡയാർ ഡൈനാസ്റ്റി. ഒരു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സാമന്ത രാജാക്കന്മാരായിരുന്നു. ആ സാമ്രാജ്യം തകർന്നതോടെ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറി. പക്ഷേ ടിപ്പു സുൽത്താൻ മൈസൂർ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഒരു പവറും ഇല്ലാണ്ടായി. പിന്നീട് ടിപ്പുവിൻ്റെ മരണശേഷം ബ്രിട്ടീഷുകാരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്. മതി, ഇതെന്താ ഹിസ്റ്ററി ക്ലാസ്സോ? ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് നമുക്ക് വ്യൂ കാണാം. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. നമുക്ക് ഈ സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. എല്ലാം ഈ മഴ കാരണമാണ്. നല്ല കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്നത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ഇത്രയും പ്രതീക്ഷയില്ല. ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലം. ഇത്ര ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചറാണ് ഈ ഒരു ലാൻഡ്സ്കേപ്സ് എല്ലാം മാനേജ് ചെയ്യുന്നത്.
ഇത് തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഹെബെ ഫാൾസ് ക്ലോസ്ഡ് ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് കാണുന്നത് ഞങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ പോകാനിരിക്കുന്നത് ജാരി ഫാൾസിലും ബാബ ബുദൻഗിരിയിലുമാണ്. ഇവിടുന്ന് 70 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേണ്ട് ഇങ്ങനത്തെ സെറ്റപ്പ് കാണാം. പൈൻ പോലത്തെ ട്രീസിൽ ഇങ്ങനെ കുരുമുളക് കയറ്റി വിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ താഴെ കോഫിയും. ചിക്മംഗ്ലൂർ എന്ന് പറഞ്ഞാൽ തന്നെ ലാൻഡ് ഓഫ് കോഫി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് പണി പാളിയെന്ന് മനസ്സിലായത്. അവിടെയും ക്ലോസ്ഡ് ആയിരുന്നു 2 ദിവസത്തേക്ക് മഴ കാരണം. അബിക്ക് ഒത്തിരി സങ്കടമായി. കാരണം ബാബ ബുദൻഗിരി എന്നുള്ള നൈറ്റ് വ്യൂ ഒക്കെ സൂപ്പറാണെന്നും പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അബി. ഇത് കണ്ടോ, ഞങ്ങൾ അവിടെ വെച്ച് മീറ്റ് ചെയ്ത ഒരു ചേട്ടനും ഫാമിലിയാണിത്. ഇവരുടെ കുട്ടിക്ക് ഞങ്ങളുടെ ബൈക്ക് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പം തന്നെ ഒരു ഫോട്ടോ എടുക്കണം. ഭാവിയിൽ വളർന്നു വരുന്ന ഏതോ വലിയ റൈഡറാകാൻ പോകുന്നൊരു കുട്ടിയെന്നാണ് തോന്നിയത്. പിന്നെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചോളം കണ്ടപ്പോൾ നിർത്തി കഴിച്ചു. 2 ചോളത്തിന് 100 രൂപ. ചേട്ടൻ നല്ലതായി മുതലാക്കുന്നുണ്ട്. ഇത് അവിടുത്തെ ഒരു ആയുർവേദിക് റിസോർട്ടാണ്. നല്ല രീതിയിലൊരു ആർട്ടിസ്റ്റിക് ലാൻഡ്സ്കേപ്പ് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചുമ്മാ ഞാൻ എടുത്തതാണ്. ഇങ്ങനെ നമ്മൾ വെൽക്കം ടു ചിക്മംഗ്ലൂർ ലാൻഡ് ഓഫ് കോഫി ബോർഡ് കണ്ടു. ഇനി നമ്മൾ പോകാൻ തുടങ്ങുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല, നമ്മുടെ റൂമിലേക്കാണ്. കാരണം റെസ്റ്റ് എടുക്കണം, അത്രയ്ക്ക് ടയേർഡായി. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ ചിക്മംഗ്ലൂർ ടൗൺ. അത്രയ്ക്കും ക്ലീൻ ആയിരുന്നു. കാരണം എടുത്ത് പറയണമെങ്കിൽ ഇത്രയും നേരം നമ്മൾ വന്ന ഓരോ ടൗണും ഓരോ പ്ലേസസും കണ്ടിട്ട് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിൽ എത്തിച്ചേർന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ക്യൂട്ട് ആൻഡ് കംഫി ഒരു റൂമാണ് നമുക്ക് കിട്ടിയത്. നല്ല ക്യൂട്ട് റൂമായിരുന്നു. കാരണം വളരെ ചെറുതായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് നമ്മളിത് എടുത്തത്. അപ്പം കിടന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ രാത്രി 8:30 തിരിച്ച് പൊങ്ങുന്നത്. നേരെ പോയി 2 ബിരിയാണി കഴിച്ചു. പിന്നെ 2 ബെൽജിയൻ വീഫിൾസും ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിൽ പോയി. അങ്ങനെ നേരം വെളുത്തു. ജനൽ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല സീനിക് ബ്യൂട്ടി തന്നെ പുറത്ത്. ഞങ്ങളൊരു 6:30 ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് മല്ലന്തൂർ സൺറൈസ് ആൻഡ് സൺസെറ്റ് പോയിന്റിലാണ്. ഇവിടുന്ന് ഒരു 25 കിലോമീറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ മല്ലന്തൂർ സൺറൈസ് ആൻഡ് സൺസെറ്റ് പോയിന്റിൽ എത്തിയിരിക്കുന്നു. പോകുന്ന വഴിയൊക്കെ ഫുള്ള് മഴയായിരുന്നു. നനഞ്ഞാണ് ഞങ്ങളവിടെ ചെന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ പോയിൻ്റ്. നല്ല അമേസിങ് ആൻഡ് ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആയിരുന്നു. ഒന്നും പറയാനില്ല. നേരി കാണാൻ വേറെ ലെവലാണ്. നമ്മൾ സത്യത്തിൽ ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്ത് ഞങ്ങൾ ആകെ സീനായിരുന്നു. നമ്മൾ സൺറൈസ് കാണാനാണ് വന്നതെങ്കിലും മഴയും താമസിച്ചതുകൊണ്ടും അതൊന്നും പറ്റിയിട്ടില്ല. എന്നാലും ഇവിടം കണ്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു മിസ്സിങ് ആയിപ്പോയേനെ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സ്ഥലം? പൊളിയല്ലേ? അങ്ങനെ ഒരു 10 മണിയോടെ നമ്മൾ അവിടുന്ന് തിരിച്ചു. ഇനി നമ്മൾ പോകുന്നത് ചെന്നകേശവ ടെമ്പിളിലേക്കാണ്. ഇവിടുന്ന് ഒരു 48 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ബെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഹൊയ്സാല കിങ്ഡത്തിൻ്റെ ഫസ്റ്റ് ക്യാപിറ്റലായിരുന്നു. 11 to 14 സെഞ്ചുറികളിൽ കന്നഡിക റീജിയനിലുള്ള ഏറ്റവും വലിയൊരു പവറായിരുന്നു ഹൊയ്സാല. പവർഫുൾ കിങ് ആയിരുന്ന വിഷ്ണുവർദ്ധന വിജയനഗര എംപയറിന് വേണ്ടി പണി കഴിപ്പിച്ച അമ്പലമാണിത്. ഇവിടുത്തെ പ്രതിഷ്ഠ കേശവയാണ്. വിഷ്ണുവിൻ്റെ ഒരു അംശമായി കണക്കാക്കപ്പെടുന്നു. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ബിലോങ്ങിങ്സ് ഒക്കെ ക്ലോക്ക് റൂമിൽ വെച്ചു. എന്നിട്ട് അവിടുത്തെ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു സൊവനീറും വാങ്ങിച്ചു. ഈ ടെമ്പിളിൻ്റെ ഉണ്ടല്ലോ, ശരിക്കും ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ്. അത് കണ്ടുവരുന്ന സൗത്ത് ഇന്ത്യയിലാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള സംഭവമില്ലേ, അതാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. ഇതിന് 3 മെയിൻ പാർട്സാണുള്ളത്: ഗർഭഗൃഹ, സുഖാനസ, നവരംഗ. അതായത് നമ്മുടെ ശ്രീകോവിൽ കയറി വരുന്ന ഇടനാഴി, പിന്നെ മണ്ഡപം. ഈ മണ്ഡപങ്ങളിലാണ് പണ്ടുള്ള കലാസൃഷ്ടികളൊക്കെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. ഈ മണ്ഡപങ്ങളിൽ കുറേ അധികം പില്ലേഴ്സ് കാണാം. ഈ പില്ലേഴ്സിന് ഓരോ തീമുകളുണ്ട്. നരസിംഹ, ലക്ഷ്മി, മോഹിനി, അങ്ങനെ പലതരം തീമുള്ള പില്ലേഴ്സ് ഉണ്ട് ഈ മണ്ഡപങ്ങളിൽ. ഈ കാണുന്നതാണ് കേട്ടോ മെയിൻ ഷ്രൈൻ, ഗർഭഗൃഹ അഥവാ ശ്രീകോവിൽ. കണ്ടോ, നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ കാണുന്നത് ഈ സംഭവമാണ്. അതിൻ്റെ സൈഡ് വ്യൂ ആണിത്. പിന്നെ ഈ വാൾസിലൊക്കെ നമുക്ക് കുറേ അധികം കൊത്തുപണികളും സ്കൾപ്ചേഴ്സും ഒക്കെ കാണാം. കൂടുതലും പുരാണ കഥകളും വിഷ്ണുവർദ്ധനയുടെ കാലത്തുള്ള കഥകളുമാണ് ഈ കൊത്തുപണിയിലുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊന്നും ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ളതല്ല. കാരണം പഴക്കം ചെന്ന തൂണുകൾ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
കണ്ടു പടുകൂറ്റനൊരു രഥത്തിൻ്റെ ചാട് കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അന്നത്തെ കാലത്ത് വൻ സംഭവമായിരുന്നു ഇതൊക്കെ. അങ്ങനെ നമ്മൾ ഏകദേശം 12:30 ആയപ്പോൾ ഇറങ്ങി. ഇനിയൊരു 4.5 മണിക്കൂർ റൈഡുണ്ട്. തിരിച്ച് വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ് കേട്ടോ. കഴിക്കാൻ നല്ല രസമുള്ളൊരു റെസ്റ്റോറൻറ്റ്, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 ബിരിയാണി കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ചെന്നിട്ട് ഇന്ന് തന്നെ നമുക്ക് സ്കൂബിയെ വിളിക്കാൻ പോകണം. അതിനുവേണ്ടി ഒട്ടും സമയം കളയാതെ ഞങ്ങൾ പോവാണ്. പോകുന്ന വഴിക്ക് ഞാനും കുറച്ച് നേരം ഓടിച്ചു കേട്ടോ. എത്ര ജീവൻ കളഞ്ഞു വന്നിട്ടും ബോർഡിങ്ങിൻ്റെ ക്ലോസിങ് ടൈം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പിറ്റേന്നാണ് സ്കൂബിയെ വിളിക്കാൻ വന്നത്. വേണ്ട വന്നിരിക്കുകയാണ്. എൻ്റെ സ്കൂബി കുട്ടി, വേർ ഇസ് മൈ സ്കൂബി? ഇപ്പൊ വരും. അയ്യോ അയ്യോ സ്കൂബി വാ. എന്തൊക്കെ പ്രതീക്ഷ ഞാൻ വന്നത്. ഇപ്പോഴല്ല ട്വിസ്റ്റ് മനസ്സിലായത്. 3 ദിവസം ബോർഡിങ്ങിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുക്കന് ഞങ്ങളെ വേണ്ട, ഞങ്ങളെ മൈൻഡില്ല, അവരെ മാത്രം മതി. ഇമോഷൻസ് ഒന്നും വരാത്തൊരു പ്രത്യേകതരം പട്ടി കേട്ടോ ഞങ്ങളുടെ ചെറുക്കൻ. ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഉള്ളിലുള്ള സ്നേഹം അവന് പുറത്തേക്ക് കാണിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി സമാധാനിക്കാം. അപ്പോൾ ഇനി ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ് സ്കൂബി കുട്ടിയെ കൊണ്ട്. അപ്പോൾ ബ്ലെൻഡ്സ് ഓഫ് ഫാഷൻ്റെ ഫസ്റ്റ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. കൂടുതൽ വീഡിയോസിനായി ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.